ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ മലയാള സിനിമയിൽ നിലനിൽക്കുന്ന നിരവധിയായിട്ടുള്ള നെറികേടുകൾ, വൃത്തികേടുകൾ, ഇതിനെക്കുറിച്ചാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ മലയാള സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആളുകളുമായി നമ്മൾ സംസാരിക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മുമ്പ് തന്നെ നമുക്ക് നമ്മുടെ നാട്ടിലെ ഈ ലിവിങ് റൂം ടോക്ക് പോലെ പല ഈ സിനിമാ മേഖലയിലും പ്രവർത്തിച്ച സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവും. അവരുടെ സുഹൃത്തുക്കൾ മുഖേനയൊക്കെ നമുക്ക് അറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. മലയാള സിനിമയിൽ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് പരസ്യമായ ഒരു രഹസ്യമാണ് എന്ന് പറയേണ്ടി വരും. എന്നാൽ ഇപ്പോൾ അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അത് കേവലം ഒരു ലിവിങ് റൂം ടോക്ക് മാത്രമല്ല, അല്ലെങ്കിൽ നമ്മൾ കൂട്ടുകാർക്കിടയിൽ പറയുന്ന ഈ കഥകളുണ്ടല്ലോ, ആ കഥകൾക്കപ്പുറം ആധികാരികമായിട്ട് ഒരു ജസ്റ്റിസ് തന്നെ, നമ്മുടെ നാട്ടിലെ ഒരു കമ്മീഷൻ അത് കണ്ടെത്തിയിരിക്കുകയാണ്, ഒരു ജഡ്ജി തന്നെ കണ്ടെത്തിയിരിക്കുകയാണ്. ഗവൺമെൻറ് നിയോഗിച്ച ഒരു കമ്മിറ്റി വളരെ ഒഫീഷ്യലായി ഈ തരത്തിൽ ദുരാനുഭവങ്ങളുണ്ടായിട്ടുള്ള മലയാള സിനിമയിലെ നിരവധിയായിട്ടുള്ള വ്യക്തികളെ, അത് നടിമാരുണ്ട്, നടന്മാരുണ്ട്, മറ്റു പല മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്, ഇവരൊക്കെ വിളിച്ചു വരുത്തി ഇവരിൽ നിന്ന് മൊഴിയെടുത്തതിന് ശേഷം ഒരു റിപ്പോർട്ട് പുറത്തുവിടുമ്പോൾ അത് മറ്റു കഥകൾ നമ്മൾ കേട്ടതുപോലെയല്ല, അത് കൃത്യമായിട്ടുള്ള ആധികാരികമായിട്ടുള്ള കാര്യമാണ്. അപ്പം ഈ നിലയിൽ മലയാള സിനിമയിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് നമ്മൾ മുമ്പ് കേട്ട കഥകൾ, ഗോസിപ്പുകൾ എന്ന രീതിയിൽ നമ്മൾ കേട്ട കഥകൾ, ഇത് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് അതൊരു ഗവൺമെൻറ് തന്നെ അംഗീകരിച്ച ഒരു കാര്യമായിട്ട് അത് വന്നിരിക്കുകയാണ്. അത് ഉണ്ട് എന്നുള്ളത് 100% ഉറപ്പായിരിക്കുകയാണ്. ഇനി ഇതിൽ ആരൊക്കെ പ്രതികൾ, ആരൊക്കെയാണ്, ഇപ്പോൾ ഇതിൽ ഏറ്റവും ദുഃഖം തോന്നുന്ന ഒരു കാര്യമായിട്ട് തോന്നിയത് മാധ്യമങ്ങളുടെ ഈ വിഷയത്തിൽ ഇടപെടലാണ്. അവർ തുടക്കം മുതൽ തന്നെ ഈ റിപ്പോർട്ട് കൊണ്ട് ഓടുന്നതും ഈ റിപ്പോർട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളൊക്കെ നടന്നെങ്കിലും അവർ ഇപ്പോഴും നട്ടലില്ലാത്ത ഒരു വിഭാഗമായി മാധ്യമ പ്രവർത്തകർ ഇതിൽ നിരവധിയായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി പീഡനം അനുഭവിക്കേണ്ടി വന്ന, ദുരിതം അനുഭവിക്കേണ്ടി വന്ന വ്യക്തികൾ പോലും ഈ കമ്മീഷന് മുന്നിൽ തങ്ങളുടെ മാനം തന്നെ നഷ്ടപ്പെടും എന്ന് തോന്നിയിട്ട് പോലും തങ്ങൾക്കുണ്ടായിട്ടുള്ള ഈ ദുരാനുഭവം ഇനി ഒരാൾക്ക് ഉണ്ടാവരുതെന്നും ഞങ്ങളെ പീഡിപ്പിച്ച ആളുകൾ ശിക്ഷിക്കപ്പെടണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ട് അവർ വന്ന് കമ്മീഷന് മുന്നിൽ ഇത് പറഞ്ഞു. എന്നാൽ ഈ മാന്യന്മാരായ മാധ്യമങ്ങൾക്ക് ഇപ്പോഴും അവരൊക്കെ പ്രമുഖന്മാരാണ്. അവരുടെ പേര് പറയാൻ ഇവിടുത്തെ ഗവൺമെൻറ്റും തയ്യാറാവുന്നില്ല, ഇവിടുത്തെ മാധ്യമങ്ങളും തയ്യാറാവുന്നില്ല. കാരണം അവരുടെയൊക്കെ സിനിമയുടെ പ്രൊമോഷൻ വഴി ഈ ചാനലുകൾക്കും വരുമാനം കിട്ടേണ്ടതാണ്. അപ്പം അതുകൊണ്ട് ഇവരൊക്കെ വെച്ചിട്ട് പല രീതിയിലുള്ള പണം സമ്പാദിക്കുന്നവരാണ് ഈ മാധ്യമങ്ങളും. അതുകൊണ്ട് മാധ്യമങ്ങൾക്ക് ഇവന്മാരുടെ പേര് പറയാൻ പറ്റുന്നില്ല. പ്രമുഖന്മാരെന്നാണ് പറയുന്നത്. പ്രമുഖന്മാരായിട്ടുള്ള 15 പവർ ഗ്രൂപ്പ്. ഈ പവർ ഗ്രൂപ്പിന് എന്താണ് പേരില്ലേ? ഈ പവർ ഗ്രൂപ്പിലുള്ള 15 പേരെ അവരുടെ തന്തയും തള്ളയും പ്രസവിച്ചപ്പോൾ അവർക്ക് പേരിട്ടിട്ടില്ലേ? ഈ പ്രമുഖന്മാരെന്നും അവരുടെ തന്തയും തള്ളയും പ്രസവിച്ചപ്പോൾ അവർക്ക് പേരിട്ടിട്ടില്ലേ? അപ്പോൾ പേരില്ലാത്ത പ്രമുഖർ എന്ന് പറയാൻ ഇപ്പോഴും നട്ടലില്ലാത്ത ഒരു വിഭാഗമായി നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ മാറിയിരിക്കുന്നു. അവരിപ്പോൾ ഈ വാർത്ത മെല്ലെ മുക്കി മറ്റു പലയിടത്തേക്കും പോവുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇവിടുത്തെ ഏതെങ്കിലും യുവജന പാർട്ടിയുടെ ഒരു പ്രവർത്തകൻ ഏതെങ്കിലും രീതിയിൽ ഇത്തരത്തിൽ ഒരു കുടുങ്ങിപ്പോയാൽ അത് ചിലപ്പോൾ ഒറിജിനൽ കേസായിരിക്കാം, ചിലപ്പോൾ വ്യാജ കേസ് തന്നെ കൊടുത്താൽ അവൻ്റെ പേരും അവൻ്റെ തറവാട്ട് പേരും അവൻ്റെ തന്തയുടെ പേരും തള്ളയുടെ പേരൊക്കെ ഇട്ടിട്ടാണല്ലോ ഇവർ വാർത്ത കൊടുക്കുക. എന്നാൽ ഇത്തരത്തിൽ ഈ നിരന്തരമായി ഒരു ഗാങ്സ്റ്റോണിനെ പോലെ നിന്നുകൊണ്ട്, ഗുണ്ടകളെ പോലെ, മാഫിയകളെ പോലെ നിന്നുകൊണ്ട് സ്ത്രീകളെ ബുദ്ധിമുട്ടിക്കുന്ന ഈ നടന്മാരുടെ പേര് പ്രമുഖൻ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കേണ്ടി വരുന്ന ഗതികേട് കേരളത്തിലെ മാധ്യമങ്ങൾക്കിടയിൽ ഈ മാധ്യമങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ പണി നിർത്തിപ്പോണം വേണ്ടത്. മാധ്യമങ്ങൾ ഈ പണി നിർത്തിപ്പോണം. നിങ്ങളൊന്നും ഈ പണിക്ക് കൊള്ളുന്നവരല്ല എന്ന് വീണ്ടും തെളിയിക്കണം. കേരളം പോലെയുള്ള ഒരു സാക്ഷര സമൂഹത്തിനകത്ത് ഇപ്പോഴും നിങ്ങൾക്ക് ഒരു ഉടുപ്പുമില്ലാതെ പ്രമുഖൻ എന്ന് പറയും. പ്രമുഖൻ 2-3 കാര്യങ്ങൾക്കുള്ളത്. ഇവർക്ക് പരസ്യം കൊടുക്കുന്ന സ്ഥാപനം, അപ്പോൾ പ്രമുഖ സ്ഥാപനമായി. ഇവർക്ക് പണമുണ്ടാക്കി കൊടുക്കാൻ സഹായിക്കുന്ന നടന്മാർ പ്രമുഖ നടന്മാരായി. ബാക്കി എല്ലാവരും പേര് ഇവന്മാർക്കറിയാം. അതുകൊണ്ട് ഞാൻ പറയുന്നു, എല്ലാവരും വിശ്വസിച്ചാലും കുടിക്കണ വെള്ളത്തിൽ വിശ്വസിക്കരുതെന്ന് പറയുന്ന പോലെ മാധ്യമ പ്രവർത്തകർ ഒരു കാരണവശാലും വിശ്വസിക്കരുത്. ഇവരെ കൊണ്ടൊരു ഗുണം സമൂഹത്തിലില്ല. ഉണ്ട് എന്ന് ആരെങ്കിലും തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ അവരോട് പറയാനുള്ളത്, ഇവരൊക്കെ വരുന്നതിന് മുമ്പും ഈ നാട് ഇവിടെ ഉണ്ടായിരുന്നു, ഈ നാട്ടുകാർ ഇവിടെ ഉണ്ടായിരുന്നു, ആളുകൾ ജനിക്കുകയും മരിക്കുകയും ജീവിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മലയാള സിനിമയിൽ നിലനിൽക്കുന്ന ഈ വൃത്തികേടുകൾ നമുക്ക് മുമ്പ് പരസ്യമായ രഹസ്യമായി അറിയുന്ന കാര്യമായിരുന്നു. പക്ഷെ ഇപ്പോൾ അതിന് ഔദ്യോഗിക സ്വഭാവം വന്നിരിക്കുന്നു. ഇതിലിനി ഒരുപാട് ചർച്ചകളേക്കാൾ ഈ പ്രതികൾ അവരുടെ പേര് പുറത്തുവിടുകയും അവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുകയും ചെയ്യണം.
അപ്പോഴും മാത്രമാണ് ഈ രംഗത്ത് പ്രയാസപ്പെട്ട ആളുകൾക്ക് നീതി ലഭിക്കുള്ളൂ. അതോടൊപ്പം തന്നെ നമുക്ക് ഈ സിനിമ എന്ന് പറയുന്നത് ഒരു പൊളപൊളപ്പാണ്. നമുക്ക് പുറത്ത് കാണുന്ന ഒരു പൊളപൊളപ്പ് മാത്രമാണ്. ഇതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ആളുകൾ ഇതിലേക്ക് പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പെട്ടെന്ന് പണം ഉണ്ടാക്കാനുള്ള 40 ദിവസം കൊണ്ട് 10 ലക്ഷവും, വലിയ നടിമാർക്ക് 15-20 ലക്ഷം 40 ദിവസത്തെ ഷെഡ്യൂളിന് കിട്ടണം. നടന്മാർക്കാണെന്നുണ്ടെങ്കിൽ 1 കോടിയും 75 ലക്ഷം കിട്ടണം. അങ്ങനെ പണം കിട്ടുന്ന വേറൊരു മേഖലയില്ല. കൊള്ളപ്പലിശ വാങ്ങിയാൽ പോലും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് പണം പെട്ടെന്ന് സമ്പാദിക്കാനുള്ള, പ്രശസ്തി ഉണ്ടാവാനുള്ള ഒരു മേഖല എന്ന രീതിയിൽ ആളുകൾ എങ്ങനെയെങ്കിലും ഇവിടെ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കും. ഇതറിയുന്നവരാണ് ഇത്തരം രീതിയിൽ ചൂഷണം ചെയ്യാൻ രംഗത്തിറങ്ങുന്നത്. അവർക്കറിയാം ചൂഷണം ചെയ്താലും അവരെ കിട്ടുന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, മറ്റൊരു മേഖലക്കില്ലാത്ത എല്ലാ മേഖലയിലും പ്രശ്നങ്ങളുണ്ട്. ബട്ട് സെയിം ടൈം ചോക്ക പറയുന്നത് എല്ലാ മേഖലയിലും പ്രശ്നങ്ങളുണ്ട്. എല്ലാ മേഖലയിലും പ്രശ്നമുള്ളത് പോലെയല്ല മലയാള സിനിമയിലെ പ്രശ്നം. നിങ്ങൾ നോക്കൂ, ഒരു ഒരു നടി പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, ഒരു ആളുമായിട്ട് ഒരു പുരുഷ നടനുമായിട്ട് അവർ പ്രശ്നം ഉണ്ടായി. ഈ രീതിയിൽ അവരെ ബെഡ്റൂമിലേക്ക് ക്ഷണിക്കുകയോ അവരെ ഹോട്ടലിനൊക്കെ അങ്ങനെ എന്തോ പ്രശ്നം ഉണ്ടായി. ആ പ്രശ്നം ഉണ്ടായ ആളുമായിട്ട് തന്നെ പിറ്റേ ദിവസം ഭാര്യ ഭർത്താക്കന്മാരായിട്ട് അഭിനയിക്കേണ്ടി വന്നു, ഇഴകിച്ചേർന്ന് അഭിനയിക്കേണ്ടി വരുന്നു. അങ്ങനെ ഒരു ജോലി ചെയ്യേണ്ട സ്ഥിതി മറ്റൊരു മേഖലയിലില്ല, വേറൊരു സർവീസിലില്ല. അത് സിനിമയിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ സിനിമയിൽ ആണ് ഇത്തരത്തിൽ അഭിനയിക്കാൻ നിർബന്ധിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ പണം കിട്ടുന്നത് കൊണ്ട് ആളുകൾ ഇതിലേക്ക് കൂടുതൽ ആകർഷിക്കപ്പെടുന്നുണ്ട്. അത് മറ്റൊരു കാര്യമാണ്, മറ്റൊരു തരത്തിൽ ചർച്ച ചെയ്യേണ്ടതാണ്. അപ്പോൾ പണം കിട്ടാൻ വേണ്ടിയിട്ടും പ്രശസ്തി കിട്ടാൻ വേണ്ടിയിട്ടും ആളുകൾ പലപ്പോഴും അഡ്ജസ്റ്റ്മെന്റിന് വിധേയമാകും. പിന്നീട് അവർക്ക് തോന്നും അത് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നും. അപ്പോൾ അവർ പരാതിയിട്ട് പോരും. ഇതൊക്കെ നടക്കുന്നുണ്ട് ഈ മേഖലയിൽ. ഇനി സിൻസിയറായി പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കും പ്രവർത്തിക്കാൻ പറ്റാത്ത ഘട്ടം ഇതുണ്ടാവുന്നുണ്ട്. കാരണം മറ്റുള്ളവർ അഡ്ജസ്റ്റ്മെന്റിന് വിധേയനാവുന്നു. നീ എന്തുകൊണ്ട് വിധേയനാവുന്നില്ല, നീയും ഞങ്ങൾക്ക് അടിമപ്പെടണം എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഈ നിലയിൽ മലയാള സിനിമയിൽ ബാധിച്ചിരിക്കുന്ന ഈ അഴുക്ക് മാലിന്യങ്ങളെ തുടച്ചു നീക്കാൻ നട്ടലിലുള്ള ഒരു ഭരണകൂടം ഉണ്ടാവണം. ഭരണകൂടം ഉണ്ടായിട്ടില്ല. 5-6 കൊല്ലം ആണ് ഈ ഒരു റിപ്പോർട്ട് മേശപ്പുറത്തിരുന്നത്. എന്നിട്ട് ഇപ്പോൾ പുറത്തിറക്കുമ്പോൾ തന്നെ ഇവരതിനെക്കുറിച്ചിട്ട് ഇവർക്ക് ഒരു രൂപമില്ല, അത് വായിച്ചിട്ട് പോലില്ലെന്നാണ് അതിൻ്റെ മന്ത്രിയൊക്കെ പറയുന്ന ഈ രീതിയിൽ. വായിക്കാതെയാണോ പിന്നെ 60 പേജ് ഒഴിവാക്കിയത്? മാന്യന്മാരുടെ മുഴുവൻ പേര് ഒഴിവാക്കിയതിന് ശേഷമാണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. എന്നിട്ട് പച്ചക്കള്ളം പറയാൻ ഞാനത് വായിച്ചിട്ടില്ലെന്ന്. അപ്പോൾ ഇതൊക്കെ പറയുന്നത് ഇവർക്കിതിൽ ഒട്ടും ആത്മാർത്ഥതയില്ല. ആരൊക്കെയോ സംരക്ഷിക്കേണ്ട ബാധ്യത ഈ ഗവൺമെന്റിന് കൂടിയുണ്ട് എന്ന രീതിയിലാണ്. അപ്പോൾ നട്ടലില്ലാത്ത ഭരണകൂടം, നട്ടലില്ലാത്ത മാധ്യമങ്ങൾ കൂടിയാവുമ്പോൾ പീഡിപ്പിക്കപ്പെട്ടവർ ഇവിടെ അവർ കരഞ്ഞുകൊണ്ടിരിക്കുക എന്നല്ലാതെ അവർക്ക് നീതി ലഭിക്കും എന്ന് ഒരു കാരണവശാലും തോന്നുന്നില്ല.